നമുക്ക് ക്രേസി ആയിട്ടുള്ളൊരു റീവൈൻഡ് വീഡിയോ ചെയ്യണമായിരുന്നു നമ്മുടെ ബ്ലൂ സ്റ്റിക്ക് മീഡിയയുടെ വർക്ക് കാണിക്കാൻ വേണ്ടി. അപ്പം സാധാരണ പോലെ ഒരു കറോസിൽ അത് ഒതുക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലയൻസിന് ചെയ്യുന്ന പോലത്തെ ഒരു ക്രേസി ഐഡിയ നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നു. നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലയൻസിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഞാനും ടെൽസനും കൂടെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെ ഇരിക്കുന്ന ഒരു തോട്ട് വന്നു. നമ്മുടെ ടീം എല്ലാം അതിൽ അലൈൻഡായി. പെട്ടെന്ന് തന്നെ നമ്മൾ ടെൽസൺ പാരാഗ്ലൈഡിങ് ചാടുന്നു, അതിൽ നമ്മുടെ റിവൈൻഡിലെ കാര്യങ്ങൾ പറയുന്നു, അച്ചീവ്മെൻറ്റ്സ് പറയുന്നു. ഞാനൊരു റോപ്പിൽ കൂടെ സൈക്കിൾ ഓട്ടിക്കൊണ്ട് പറയുന്നു, നമ്മൾ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ട് പറയുന്നു, നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നു. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് നമ്മളെല്ലാം അറ്റാച്ച് ചെയ്ത് നമ്മൾക്ക് അറ്റ് ദി എൻഡ് ഓഫ് ഡേ നമ്മൾ എഡിറ്റ് ചെയ്ത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റി. അതിന് നല്ല രീതിയിൽ റിസപ്ഷനും കിട്ടി. നമ്മുടെ ഒരു യൂഷ്വൽ ഫോർമാറ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി. സോ ഇത് നമ്മൾ ചെയ്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഫോർമാറ്റ് കാണുമായിരിക്കും. നമുക്കെപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമുക്ക് ഒന്ന് ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ബ്രാൻഡിന് ഇച്ചിരി വിസിബിലിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്.